യം അഗ്നയേ നമഃ. എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചതയ നക്ഷത്രത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചതയ നക്ഷത്രം 2025 കാലഘട്ടം എങ്ങനെയായിരിക്കുമെന്നും അവരുടേതായ വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാം. ചതയ നക്ഷത്രത്തെ നമ്മൾ 4 പാദങ്ങളായി തിരിച്ചുകൊണ്ട് ഒന്നാം പാദം 306 ഡിഗ്രി മുതൽ 310 ഡിഗ്രി വരെ കുംഭൻ രാശി. ഈ സ്വഭാവ ഗുണമെന്ന് പറയുന്ന ഉത്സാഹികളായിരിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്സാഹശീലരായിരിക്കും ഒന്നാം പാദത്തിൽ ജനിച്ചവർ. രണ്ടാം പാദം 310 ഡിഗ്രി മുതൽ 313 ഡിഗ്രി വരെ കുംഭൻ രാശി. ഇവർ പ്രായോഗികത ആയി ചിന്തിക്കുന്നവരാണ്. അതായത് പ്രപഞ്ചം അവരെ സപ്പോർട്ട് ചെയ്യും. എന്താഗ്രഹിച്ചാലും പ്രപഞ്ചം അവർക്ക് വഴങ്ങിക്കൊടുക്കും. അവരെന്താഗ്രഹിച്ചാലും അത് നടക്കാൻ വേണ്ടി തന്നെ പ്രകൃതി അതിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും. അതാണ് ചതയ നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിച്ചാലുള്ള ഒരു പ്രത്യേകത. മൂന്നാം പാദം 313 ഡിഗ്രി മുതൽ 316 ഡിഗ്രി വരെ കുംഭൻ രാശി. ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ചിന്തയാണ്. എല്ലാ കാര്യങ്ങൾക്കും ചിന്തിക്കുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവർ ഓവർ തിങ്കിങ് ആയിരിക്കും. മുൻകൂട്ടി അത് ചെയ്താൽ അത് അങ്ങനെ വരാം, ഇത് ചെയ്താൽ ഇത് ഇങ്ങനെ വരാം, അങ്ങനെ ഓവർ തിങ്കിങ് ആയിരിക്കും ഇവർക്ക്. ആ ഒരു സ്വഭാവ സവിശേഷത ഇവർക്കുണ്ടാകും. നാലാം പാദത്തിൽ ജനിച്ചവർ 316 ഡിഗ്രി മുതൽ 320 ഡിഗ്രി വരെ കുംഭൻ രാശി. ഇപ്പോൾ ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാവനയാണ്, ഇമാജിനേഷൻസാണ് ഇവർക്ക്. എല്ലാ കാര്യങ്ങളെയും അവർ ഒന്ന് നല്ല ഭംഗിയായ രീതിയിൽ ഇമാജിൻ ചെയ്യും. അതിനൊക്കെ നല്ല കഴിവൊക്കെ ഉള്ളവരായിരിക്കും ഈ നാലാം പാദത്തിൽ ജനിച്ചവർ. പൊതുവേ ഇവർക്കൊരല്പം കോപമൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരാണ്. അതുപോലെ തന്നെ ഇവർ ദേഷ്യം പിടിപ്പിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കും. ദേഷ്യപ്പെടുന്ന ആൾക്കാരുമായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാനും ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ചെറുതായ രീതിയിലൊക്കെ ആൾക്കാരെ കളിയാക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവർ നാഗദൈവങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ഇവർക്ക് വളരെ ശ്രേയസ്കരമാണ്. മുരുകനെ ആരാധിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ രാഹുദോഷമുള്ള നക്ഷത്രക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് രാഹുപ്രീതി വരുത്തുന്നതും രാഹു പൂജകളൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ പല്ലിൻ്റെ ഓർഡർ കറക്റ്റ് ആയിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു വിടവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറവോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവർക്ക് ഈ ബ്രീത്തിങ് സംബന്ധമായിട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. ശ്വാസം എടുക്കുന്നതിനും ഈ തണുപ്പ് സംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർ ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊതുവെ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പോയാൽ ഇവർക്ക് പൊതുവെ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഈ സംഗീതത്തോടും താല്പര്യമൊക്കെ ഉണ്ടാവും. പാട്ട് പാടാനൊക്കെ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് ഇവർ ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നാണ് ചതയ നക്ഷത്രക്കാർക്ക് പറയുന്ന ഒരു ഗുണസവിശേഷം. ഇതൊക്കെ ഒരു അഗ്നിശാസ്ത്രപ്രകാരമാണ് ഈ പറയുന്നത്. പിന്നെ വരവേൽപ്പ് കിട്ടുന്ന നാളുകാരാണ് ഇവർ. ഇവർക്ക് എവിടെ ചെന്ന് പറഞ്ഞാൽ ഇവരെ ആൾക്കാർ ഒരു പോസിറ്റീവായിട്ട് എടുക്കും. ഇവരെ സ്വീകരിക്കും എല്ലാ ആൾക്കാരും. അങ്ങനത്തെ ഒരു പോസിറ്റീവുള്ള ഒരു നക്ഷത്രക്കാരാണ് ചതയ നക്ഷത്രക്കാർ. പിന്നെ ഇത് സദസ്സിലൊക്കെ ഇരിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രോത്സാഹനം കിട്ടാനും ആദരവ് കിട്ടാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇവരെ അനുമോദിക്കുന്നതും ഇവരെ പുകഴ്ത്തുന്നതും ഒക്കെ ഇവർക്ക് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള നക്ഷത്രക്കാരാണ് ഈ ചതയ നക്ഷത്രക്കാർ. പിന്നെ ഈ വടക്ക് ദിശയുമായി ബന്ധമുള്ള നക്ഷത്രമാണ് ചതയ നക്ഷത്രം. അപ്പോൾ ഈ ചതയ നക്ഷത്രക്കാർ ഈ വടക്ക് ദിക്കിലൊക്കെ ജോലി ചെയ്യുക, വടക്ക് ദിക്കിലോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ വടക്ക് ദിക്കിൽ നിന്നുള്ള കല്യാണമൊക്കെ കഴിക്കുന്നതും ഇവർക്ക്
നല്ലതാണ്. പിന്നെ ഈ കറുത്ത മഞ്ഞളുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട്. കരിമഞ്ഞൾ എന്ന് പറയും. ഈ കരിമഞ്ഞൾ ഈ ചതയം നക്ഷത്രത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. പിന്നെ പ്രധാനമായിട്ട് ഇവർക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവരുടെ ജാതകത്തിൽ ലഗ്നത്തിൽ ഗുളികനുണ്ടെങ്കിൽ ഇവരുടെ മുഖത്തിന് അല്പം കളറ് എന്തെങ്കിലും കുറവായിരിക്കും. ശരീരത്തിനൊക്കെ നല്ല കളറായിരിക്കും, മുഖത്തിന് ചില കളറ് കുറയുന്ന ഒരു സ്വഭാവവിശേഷതകളൊക്കെ ഇവർക്ക് വരും. കണ്ണിൻ്റെ താഴെയൊക്കെ കറക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവവിശേഷതകൾ ഇവർക്ക് ഉണ്ടാവും. പിന്നെ ശുക്രയോഗമുള്ള നക്ഷത്രക്കാരായിരിക്കും. അതുകൊണ്ട് ഇവർ എപ്പോഴും ഈ ആസ്വാദനവും എൻജോയ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. അതുപോലെ തന്നെ ഇവരുടെ ജാതി ശുക്രന് നിന്നാൽ വളരെ ഗുണം ഇവർക്കുണ്ടാവും. കല്യാണമൊക്കെ എന്ന് പറഞ്ഞാലും നല്ല ആസ്വദിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഇവരുടെ മൃഗമെന്ന് പറയുന്ന പെൺകുതിരയാണ് ഇതിൻ്റെ ഒരു മൃഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഒരു ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരിക്കും ഇവർക്ക്. ഇവർ 8 മുഖമുള്ള രുദ്രാക്ഷം സൂക്ഷിക്കുന്നത് ധരിക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. മന്ദാരപ്പൂവ് ഇവരുടെ ചതയ നക്ഷത്രത്തിൻ്റെ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് ഈ മന്ദാരപ്പൂവൊക്കെ ഇവർ പറിച്ച് വെക്കുന്നതും, ഇവരുടെ മുറിയിലൊരു മന്ദാരപ്പൂവൊക്കെ പറിച്ച് വെക്കുന്നതും, അല്ലെങ്കിൽ ഇവരുടെ പരിസരത്തൊക്കെയും മന്ദാരം ചെടി നട്ടു വളർത്തുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഈ ചക്ക്, നമ്മുടെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ എണ്ണയൊക്കെ ആട്ടാൻ വേണ്ടി കാളയും കൊണ്ട് ഇങ്ങനെ കറക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ചക്കെന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ ഒരു റേഡിയേഷൻസാണ്. വെളിച്ചെണ്ണ ഇതിൻ്റെ ഒരു റേഡിയേഷൻസാണ്. ആട്ടുന്ന മിഷ്യന് പണ്ടൊക്കെ ആയിരുന്നല്ലോ ഈ ചക്ക് എന്നൊക്കെ പറഞ്ഞത്, ഇപ്പം വെളിച്ചെണ്ണയൊക്കെ ഉള്ള മിഷ്യനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. പിന്നെ കുതിരയുമായി ബന്ധമുള്ള ഒരു നക്ഷത്രം ആയതുകൊണ്ട് ഇവരുടെ വീട്ടിലൊക്കെ കുതിരയുടെ രൂപം വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുതിരപ്പുറത്ത് ഇരിക്കുന്ന ദേവതമാരെയൊക്കെ പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഇപ്പം ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ പുണ്യാളൻ അങ്ങനെയുള്ള മൂർത്തികളൊക്കെ ആചരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ധർമ്മശാസ്താവ് അയ്യപ്പൻ ഒക്കെ കുതിരയാണ് വാഹനം. അപ്പം അങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്ന മൂർത്തികളെയൊക്കെ ഇവർ ആരാധിക്കുന്നതും ഭജിക്കുന്നതും ഒക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരോട് എന്ത് പറയുന്നോ ആ പണി മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ. ഒരു പണി കൊടുത്താൽ ആ പണി മാത്രം അവർ ചെയ്യും, വേറെ ഒന്നും അവർ ചെയ്യത്തില്ല. അവരോട് എന്ത് പറയുന്നോ ആ കാര്യം മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ മോട്ടറ്, അരയ്ക്കുന്ന മിഷ്യന്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മിഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചെറിയ അപകട സാധ്യതകളൊക്കെ ഉണ്ടാകാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മിക്സിയൊക്കെ അരയ്ക്കുമ്പോൾ കൈമുറിയാനോ ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പിന്നെ പാലം ഇതിൻ്റെയൊക്കെ ഒരു ഫ്രീക്വൻസിയാണ്. സിനിമ, ചതയ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷൻസ് ഉണ്ട്. എലി, നമ്മുടെ വീട്ടിൽ കാണുന്ന എലിയൊക്കെ ചതയ നക്ഷത്രത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. സ്പ്രിങ്ങുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. സ്പ്രിങ്, വാഹനം, അതുകൊണ്ടൊക്കെ ഇവർക്ക് വാഹനമൊക്കെ ഉണ്ടെങ്കിൽ ചതയ നക്ഷത്രക്കാർക്ക് ദോഷാനുഭവമാണ്. ഇവരുടെ വാഹനത്തിൻ്റെ ഈ ഷോക്ക് അബ്സറിനൊക്കെ ചിലപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കൂടെ ഇവർക്ക് വരാം. പിന്നെ ഇവർക്ക് ഈ നാച്ചുറലായിട്ടുള്ള കാറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഫാനൊക്കെ ഇട്ട് ഇരിക്കുന്നതിനേക്കാട്ടിലും ഇവർക്ക് കൂടുതൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള പ്രകൃതിയിൽ നിന്നൊക്കെയുള്ള കാറ്റുകളൊക്കെ കിട്ടാനും ഒക്കെയാണ്. ജനലൊക്കെ തുറന്നിട്ട് അങ്ങനെ കാറ്റൊക്കെ ആസ്വദിക്കാനാണ് ഇവർക്ക് പൊതുവെ കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടാവുക. പിന്നെ ഇവർക്ക് പൊതുവെ സ്റ്റേഡിയവുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ആണെങ്കിലും ഈ സ്റ്റേഡിയത്തിലൊക്കെ പോവുക, കളി കാണാനൊക്കെ പോവുക, ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുക, ഇതൊക്കെ ഇവർക്ക് ഒരു ഇഷ്ടമൊക്കെയുള്ള ഒരു സ്വഭാവമായിരിക്കും. പിന്നെ റിസർച്ച് സ്വഭാവം ഇവർക്കുണ്ടാവും. എല്ലാ കാര്യങ്ങളെയും അത് ശരിയാണോ എന്ന് കിഴിഞ്ഞ് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാവും. ഇതൊക്കെ ഈ ചതയ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ക്ലോക്ക് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ ഈ ചതയ നക്ഷത്രക്കാർക്ക് ദോഷാനുഭവങ്ങളുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ ക്ലോക്ക് കൂടെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഇന്നാൾ പണ്ടൊരു വീട്ടിൽ ഇതുപോലെ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവരുടെ ക്ലോക്കിന് എപ്പോഴും കംപ്ലൈൻറ്റ്. അന്നേരം തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ചതയ നക്ഷത്രക്കാരുണ്ടോയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞാൽ ഉണ്ട്, ചതയ നക്ഷത്രക്കാരുണ്ട്, എൻ്റെ മോൻ ചതയ നക്ഷത്രക്കാരാണ്. അത് തന്നെ ആ കാര്യം എന്ന് പറയുന്ന പോലെ ഇവർ ചതയ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഇവരുടെ ക്ലോക്കുകൾ എപ്പോഴും കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്.
അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ കാലഭൈരവൻ ഇവരുടെ ഒരു ഫ്രീക്വൻസിയാണ്, കാലഭൈരവമൂർത്തി. അപ്പോൾ ഇവരുടെ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ കാലഭൈരവൻ്റെ സ്വഭാവം അറിയാമല്ലോ, എടുത്തുചാട്ടം, എല്ലാത്തിനും വെട്ടിക്കൊല്ലുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇവർ. അതുപോലെ തന്നെ ഇവർക്ക് ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൊന്നു കളയാനുള്ള ദേഷ്യമായിരിക്കും ഉണ്ടാവുക. ഇവർക്ക് ചിലപ്പോഴൊക്കെ അതൊക്കെ ഇങ്ങനെ മനസ്സിലിരുന്നിട്ട് അവനെ അങ്ങ് കൊന്നു കളയണമെന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഇവർക്ക് പലപ്പോഴും തോന്നും. അങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെ ഇവർ പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇവരുമായിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെയൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ നിന്ന് ഇവരെ വളരെയേറെ വിഷമിപ്പിക്കുകയോ വിദ്വേഷിക്കുകയോ ശത്രുതയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ കൊന്നു കളയാൻ പോലും മടിക്കാത്ത ആൾക്കാർ ഒക്കെ ഉണ്ട്, ഈ ചതയനക്ഷത്രക്കാർ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവവിശേഷതകൾ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ മാലയുമായിട്ട് ഇവർക്കൊരു അട്രാക്ഷനുള്ള ആൾക്കാർ. അപ്പോൾ ഇവർക്ക് ഈ മാല ഇട്ട് നടക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. മാലയൊക്കെ എന്ത് കണ്ടെന്ന് പറഞ്ഞാൽ അത് എടുത്തിടാനും മാല മേടിക്കാനും ഒക്കെ ഇവർക്ക് പൊതുവെ കുറച്ച് കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാക്കും. പിന്നെ ഈ നമ്മുടെ ഈ മയക്ക് മരുന്ന് പോലെയുള്ള ചില കാര്യങ്ങളോടൊക്കെ ഇവർക്ക് പൊതുവെ താല്പര്യം ഉണ്ടാക്കും. മദ്യപിക്കുക, ഈ സിഗരറ്റ് വലിക്കുക, പിന്നെ ഈ മുറുക്കുക, അങ്ങനെയൊക്കെയുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുക, പിന്നെ ഈ ശംഭു, പാൻപരാഗ്, അങ്ങനെയൊക്കെയുള്ള പോലെയൊക്കെയുള്ള മദ്യവുമായിട്ട് കണക്റ്റഡ് ആകുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പൊതുവെ താല്പര്യമുള്ള ഒരു നക്ഷത്രക്കാരാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ആകണമെന്നല്ല, പൊതുവെ പുരുഷന്മാരിൽ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഈ നക്ഷത്രക്കാർക്ക് പറയാം. സ്ത്രീകളെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു റേഡിയേഷൻസ് ഈ ചതയം നക്ഷത്രക്കാർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഭൂകമ്പം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഭൂകമ്പമൊക്കെ നടക്കുന്നത് അവിടെ ചതയ നക്ഷത്രത്തിൻ്റെ ഒരു കണക്ഷൻ വരും. അങ്ങനെയൊക്കെയാണ് ഭൂകമ്പമായിട്ട് ബന്ധമൊക്കെ പെടുന്നത്. പല ആൾക്കാരും നമുക്കിവിടെ ഭൂകമ്പം നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പ്രവചിക്കുന്നതൊക്കെ ഈ ചതയ നക്ഷത്രത്തെ കണക്ട് ചെയ്തുകൊണ്ട് പ്രവചിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. പിന്നെ മിസൈലുമായിട്ട് ബന്ധമുണ്ട് ഇതിന്. പിന്നെ ഇവർക്ക് ഈ ഫുൾ കൈ ഷർട്ട് ഇടാനായിട്ടാണ് കൂടുതലും താല്പര്യം. ഈ ഹാഫ് കൈ ഇടുന്നതിനേക്കാളും ഫുൾ കൈ ഷർട്ട് ഇടാനും ഫുൾ കൈ ഡ്രസ് ഇട്ട് നടക്കാനും ഒക്കെ കൂടുതൽ താല്പര്യമായിരിക്കും. സിയോട് ഇവർക്കൊരു താല്പര്യം ഉണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾക്ക് ഇവർ കൂടുതൽ മറച്ച് പിടിക്കും. ഓപ്പണായിട്ട് ഇവരെല്ലാം പറയത്തില്ല, മറച്ച് പിടിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു നക്ഷത്രക്കാരാണ്. പിന്നെ ഇവർക്ക് പുട്ടുമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പുട്ട് കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടവും താല്പര്യമൊക്കെ ആയിരിക്കും. പിന്നെ സ്നേഹവല, എല്ലാ ആൾക്കാരെ ഇവർ വല വീശി പിടിക്കാൻ ഭയങ്കര വിദഗ്ധന്മാരാണ്. ഇവർക്കൊരു കാര്യമുണ്ടെങ്കിൽ അവർ സ്നേഹവല വീശിക്കളയുമെന്നാണ് പറയുന്നത്. അങ്ങനെ വല വീശി പിടിക്കാനായിട്ട് ഇവർ ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ് ചതയ നക്ഷത്രക്കാർ. പിന്നെ മരുഭൂമിയുമായിട്ട് ഇതിനൊരു കണക്ഷൻസ് ഉണ്ട്. ഉഷ്ണം, ചൂട് സംബന്ധമായിട്ടൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെയാണ് ഇവർ കൂടെ ചിലപ്പോഴൊക്കെ ഇവർക്ക് വിയർക്കാനുള്ള സാധ്യത, ഉഷ്ണം ഒക്കെ ഇവർക്ക് കൂടെ ഉണ്ടാകും. പിന്നെ ചക്രവുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയും റബ്ബറുമായി ബന്ധപ്പെട്ടുള്ള വണ്ടികളുടെ ടയറ്, ചക്രം, ഇതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷൻസാണ്. ഇവർക്ക് ഈ മേഖലയിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നത് ഇവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഉറുദു ഭാഷ, ഹിന്ദി, ഇതുമായിട്ടൊക്കെയുള്ള ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. കള്ളിച്ചെടി ഇതിൻ്റെ ഒരു ഫ്രീക്വൻസാണ്. പിന്നെ ഇവർക്ക് നട്ടെല്ല് സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരല്പം കുനിഞ്ഞ് നടക്കുക, കഴുത്തൊരല്പം കുനിഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവ വിശേഷങ്ങളൊക്കെ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫാമിലിയിലോ ഒക്കെ കുടുംബപരമായി ബന്ധപ്പെട്ടുള്ള അല്പം കുനിഞ്ഞ് നടക്കുന്ന ആൾക്കാരോ കൂന് പോലെയൊക്കെയുള്ള ഒരു ആൾക്കാരൊക്കെയും ഇവരുടെ കുടുംബ മേഖലകളിലൊക്കെയും ഇവരുടെ DNA അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതകളൊക്കെയുണ്ട്. പിന്നെ ഇവർ ഈ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന ഈ കഴുത്തിൻ്റെ ഈ പുറകുവശത്തൊക്കെ ചെറിയ ഇങ്ങനെ കൂന് മുഴ പോലെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അതൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. മിൽക്കിനോട് താല്പര്യമുണ്ട്, പാല് കുടിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യവും ഇഷ്ടമൊക്കെ ആയിരിക്കും. പിന്നെ ഇവർ എല്ലാ കാര്യത്തിലും ഒരു ഓവർ കോൺഫിഡൻ്റ് ഉണ്ടാകും ഇവർക്ക്. അത് എന്നെക്കൊണ്ട് പറ്റും, എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻറ്റ്, ധൈര്യശാലികളുമായിരിക്കും ഇവരൊന്നിനും പിന്നോട്ട് മാറത്തില്ല. എല്ലാത്തിനും ഇവർക്കൊരു ധൈര്യം ഉണ്ടാകും, എന്തിനും ധൈര്യം ഉണ്ടാകും. ചിലപ്പോഴൊക്കെ പ്രണയിക്കാനും ചില ആൾക്കാരോടൊക്കെ ഇറങ്ങിപ്പോകാനും ഒക്കെ ഇവർക്ക് ഒരു താല്പര്യം, അതിനുമൊക്കെ ഒരു ധൈര്യം വേണമല്ലോ. അപ്പോൾ എന്തിനും ഒരു ധൈര്യം ഇവർക്ക് ഉണ്ടായിരിക്കും. പിന്നെ തയ്യൽ മിഷൻ ഇവരുടെ ഒരു ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിലൊക്കെ തയ്ക്കത്തില്ലെങ്കിൽ പോലും ഒരു തയ്യൽ മെഷീനൊക്കെ ഇവരുടെ വീട്ടിലുള്ള എവിടെയെങ്കിലുമൊക്കെ കാണും. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഇവർക്കുണ്ട്.
പിന്നെ ഇവർക്ക് ഒരു പ്രത്യേകം എന്ത് കാര്യമാണെങ്കിലും അതൊരു വിഷയമേ അല്ല എന്നുള്ളൊരു സ്വഭാവം. ഇതൊന്നും എനിക്കൊന്നുമല്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഇവർക്ക് ഉണ്ടാവും. പിന്നെ എണ്ണ, ഇത് ഇവരുടെ ഒരു റേഡിയേഷനാണ്. പിന്നെ ഓയിൽമെൻറ്റ്, ബാം, ഇതൊക്കെ ഈ ചതയത്തിൻ്റെ ഒരു റേഡിയേഷൻസാണ്. അപ്പോൾ ഇവർക്ക് ഈ ഓയിൽമെൻറ്റ് ഉപയോഗിക്കുക, ബാം ഉപയോഗിക്കാനുള്ള സാധ്യതകളൊക്കെ ഇവർക്ക് കൂടെ ഉണ്ടാവാം. പിന്നെ ബോഡി സ്പ്രേ, ബോഡിയിലടിക്കുന്ന സ്പ്രേ ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. പിന്നെ ഇവരുടെ കുടുംബപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഇവരുടെ കുടുംബ മേഖല ആർക്കും ഗർഭം അലസി പോകുന്ന ആൾക്കാരുണ്ടാവും. ഇവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ പ്രഗ്നൻസിയിൽ അപോഷനായി പോവുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടാവും ഇവരുടെ ഫാമിലിയിൽ. പിന്നെ ഈ രാജരാജ ചോളൻ്റെ നക്ഷത്രമാണ് ചതയം. രാജരാജ ചോളനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു സിനിമയൊക്കെ ഈയിടെയൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ, എന്താ പൊന്നിയൻ സെൽവൻ എന്നൊക്കെ പറയുന്നൊരു സിനിമയൊക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ അതിനകത്ത് രാജരാജ ചോളനല്ലേ, പണ്ടത്തെ ചോളവംശത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താ, എല്ലാം വെട്ടിപ്പിടിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവർ തൻ്റെ അധീനതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്വഭാവവിശേഷത ഇവർക്ക് ഉണ്ടാവും. പിന്നെ പതഞ്ജലി മഹർഷിയുടെ നക്ഷത്രം ഈ ചതയ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോടൊക്കെ ഇവർക്ക് താല്പര്യം ഉണ്ടാവും. വരുണ ഭഗവാന്റെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ ബോട്ട്, വെള്ളം, കാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. കടൽ കാണാൻ പോവുക, ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ ഇവർ പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നീട്ടി വലിച്ച് പറയുന്നൊരു സ്വഭാവവിശേഷതകൾ ഇവർക്കുണ്ടാവും. 5 മിനിറ്റ് കൊണ്ട് പറയേണ്ട ഒരു കാര്യമാണെങ്കിലും അവർ അതിങ്ങനെ വലിച്ച് നീട്ടി അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു സ്വഭാവവിശേഷതകൾ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പറഞ്ഞാൽ ഇവർക്ക് മരുന്നുമായി ബന്ധമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഇവർക്ക് കഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഈ അമ്പലവുമായിട്ടൊക്കെ ഒരു കണക്ഷൻസ് ഉണ്ടാകും. അമ്പലം പണിയുക, അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക, അമ്പലത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുക, മതിൽ കെട്ടിക്കൊടുക്കുക, വിളക്ക് കൊണ്ടു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ടൊക്കെ ഇവർക്കൊരു ബന്ധം ഉണ്ടാകും. അതുപോലെ തന്നെ ഉപാസന, എന്തെങ്കിലും ഒരു ഈശ്വരനെ ഇവർ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭജിക്കുക, ദേവസേവ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെയും പറയണം. ഇവരുടെ ഫാമിലിയിലും ഉപാസനയുള്ളവരുണ്ടായിരിക്കും. കുടുംബത്തൊക്കെയും ഉപാസിക്കുന്ന ആൾക്കാരോ ദേവതമാരെ ആചരിക്കുന്നവരോ ഒക്കെ ഇവരുടെ കുടുംബ ഫാമിലിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഫാമിലിയിലൊക്കെ ഈ 2 കല്യാണം കഴിച്ച ആൾക്കാർ ഇവരുടെ പാരമ്പര്യത്തിലുണ്ടാകും. അതൊക്കെ ഇവരുടെ ഒരു ഫ്രീക്വൻസിയാണ്. അതുപോലെ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയും ഇവരുടെ ഫാമിലി ഉണ്ടാകാം. ഇവരുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോഴൊക്കെ ഡിവോഴ്സ് പോലെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഇവരുടെ കാര്യങ്ങളിലും സംഭവിക്കുന്നതായിട്ട് പറയാവുന്നതാണ്. ഫാമിലിയൊക്കെയാണ് ചില ആൾക്കാരൊക്കെ നാട് വിട്ടു പോവുക, അവർ ചില കാര്യത്തിന് വേണ്ടിയൊക്കെ പോയിട്ട് പിന്നെ അവർ വരാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ ഇവരുടെ കുടുംബപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന. പിന്നെ ഇവർക്ക് ഈ കുട്ടികളെ ദത്ത് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അതായത് ഇവരിൽ നിന്ന് കുട്ടികളൊക്കെ മാറി നിൽക്കുക, ഇവരുടെ മക്കൾ വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി വളരുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവവിശേഷതകളൊക്കെ ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ് പറയേണ്ടത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോണമെന്നല്ല, ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ പെടുന്നതാണ് അങ്ങനെ ഒരു സ്വഭാവവിശേഷതകൾ. അതായത് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ മാറി താമസിക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ ഇവർക്ക് കാൽമുട്ട് വേദന, കണങ്കാലിൻ്റെ കുഴ തെറ്റുക, ഈ ജോയിൻറ്റ് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസികളൊക്കെ ഈ ചതയ നക്ഷത്രക്കാർക്കുണ്ട്. ഈ നമ്മുടെ അസ്ഥികളുടെയൊക്കെ ജോയിൻറ്റ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകുമെന്നാണ് പറയേണ്ടത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ ആത്മഹത്യ ചെയ്യാനുള്ള ചെറിയ ടെൻഡൻസിയും പ്രയാസങ്ങളുമൊക്കെ ഇവർക്ക് ഇങ്ങനെ മനസ്സിലൊക്കെ ചിന്തിക്കാനൊരു താല്പര്യമൊക്കെ ഇവർക്കുണ്ടാവും. പിന്നെ ഇവരുടെയൊക്കെ കുടുംബത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഈ പാരമ്പര്യത്തിലൊക്കെ ചിലമ്പ്, വാള്, ചൂരൽ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ച് ആശ്രയിച്ച പോലെയൊക്കെയുള്ളൊരു പാരമ്പര്യമൊക്കെ ഇവരുടെ കുടുംബത്തിലുണ്ടാവാം. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഈ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഭയങ്ങളുണ്ടാവും. ഗ്യാസ് പൊട്ടിത്തെറിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ ഇവർക്ക്, കുക്കർ പൊട്ടിത്തെറിക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഇവർക്കുണ്ടാകുന്ന, പടക്കം പൊട്ടുക, അങ്ങനെ കൈപൊള്ളുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരെ എന്തെങ്കിലും നാൽക്കാലികൾ ഉപദ്രവിക്കാനുള്ള സാധ്യതകളുണ്ട്. പട്ടി കടിക്കുക, പശു കുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവരുടെ കുടുംബത്ത് ആർക്കെങ്കിലുമൊക്കെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടാകും. വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ സ്കിന്ന് സംബന്ധമായിട്ടൊക്കെയുള്ള
രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പോലീസ്, പട്ടാളം ഇവരുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടാവും. ഇവരുടെ ഇപ്പോൾ കുടുംബത്തിലൊക്കെയും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് മരുന്നുകളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, ഡോക്ടർ ആവുക, നേഴ്സ് ഉണ്ടാവുക, അല്ല ഇവർക്ക് തന്നെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ജോലികളോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ പറയും. എന്തായാലും ഇവരുടെ കുടുംബ സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ മേഖലയിൽ ഇവർക്ക് കണക്ഷൻസ് ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ കാലിൻ്റെ മേളിൽ കാല് കയറ്റി വെക്കുന്ന ഒരു സ്വഭാവം പൊതുവെ ഇവർക്ക് കണ്ടുവരാം. അത് സ്ത്രീകൾക്ക് പൊതുവെ നല്ലതല്ല. യൂട്രസ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവെ അങ്ങനെ ഒരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ അത് പാലിക്കും, വാക്ക് പാലിക്കുന്ന സ്വഭാവക്കാരാണ്. അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ ചെയ്യാൻ പരമാവധി ശ്രമിക്കും. അല്പം പിശുക്ക് സ്വഭാവമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പിന്നെ ഇവർക്ക് ഈ ഗ്യാസ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രോബ്ലംസുള്ള, വയറ് സംബന്ധമായിട്ടൊക്കെയുള്ള ഗ്യാസ് പ്രോബ്ലംസുകളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. പിന്നെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. സ്പിരിച്വൽ കണക്റ്റഡ് ഇതൊക്കെ അറിയാനും പഠിക്കാനും ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള അമാനുഷികത്വമുള്ള ആൾക്കാരോടൊക്കെ ഇവർക്കൊരു പ്രത്യേക സ്നേഹവും ബഹുമാനമൊക്കെ ഇവർക്ക് ഉണ്ടാവും. അവരോടൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കും ഇവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണവശങ്ങളും അവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. സ്വയം തൊഴിലുകൾ ചെയ്യുന്നതാണ് ഇവർക്ക് ഏറ്റവും ഗുണമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലൊക്കെയാണെങ്കിൽ അല്പം വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പൊതുവെ ഉള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും അങ്ങനെയൊന്നുമില്ല. ജാതകത്തിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് വരാം. പക്ഷേ ചതയ നക്ഷത്രത്തിന് അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരത് ബുദ്ധിപരമായ രീതിയിൽ ഇടപെടാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഒരു പരമാവധി ശ്രമിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകളൊക്കെ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരുടെ പാരമ്പര്യത്തിലൊക്കെ എന്തെങ്കിലും ബുദ്ധി പ്രോബ്ലംസുകളോ എന്തെങ്കിലും മെൻ്റൽ സംബന്ധമായിട്ടൊക്കെയുള്ള പതിയെ പോലെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ഇവരുടെ കുടുംബ സംബന്ധമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വിദേശയാത്രകളൊക്കെ ഇവർക്കൊക്കെ ഉണ്ടാകും. ഉറക്കക്കുറവ് പ്രോബ്ലംസുകളൊക്കെ ഇവർക്ക് പറയാം. പിന്നെ മെഡിസിനുമായി ഒക്കെയുള്ള ബന്ധങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ജീവിതത്തിലൊക്കെ ഒരു ചിട്ടകളൊക്കെ ഇവർക്ക് ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും അവർക്കൊരു നിയമമൊക്കെ ഉണ്ടാകും. ആ നിയമത്തിലൂടെ പോകാൻ വേണ്ടിയൊക്കെ അവർ പരമാവധി ശ്രമിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇവരെ കാണാനും ഒക്കെ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. എല്ലാവരെയും ആകർഷിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇവർക്കും അങ്ങോട്ട് ആകർഷണം ഉണ്ടാകും, ഇവരെയും നന്നായിട്ട് ആകർഷിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണവിശേഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ലഹരിയോട് ചെറിയ താല്പര്യമൊക്കെ ഉള്ള നക്ഷത്രക്കാരാണ്. പിന്നെ ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ ഇവർക്ക് താല്പര്യമുണ്ട്. കാശിട്ടിട്ട് കാശുണ്ടാക്കാനൊക്കെ ഇവർക്ക് പൊതുവെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പിന്നെ ഓർഗാനിക് ഫുഡിനോടൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇവരെ പഴുതാര കടിക്കുക, വണ്ട് കുത്തുക, തേനീച്ച കടിക്കുക, ഇങ്ങനെയുള്ള ടെൻഡൻസികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ചില വിഷജന്തുക്കളിൽ നിന്നൊക്കെയുള്ള ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ ഇവർ വീട്ടിൽ നിൽക്കുന്നിടത്തൊക്കെ ആണെങ്കിലും പഴുതാര, വണ്ട്, തേനീച്ച കൂട് കെട്ടുക, വേട്ടാവളിയം കൂട് വെക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു മേഖലയിലൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. പിന്നെ ഇവർക്കൊക്കെ ഈ കാട്ടിൽ അങ്ങനെയുള്ള ഹണ്ടിങ്ങിനൊക്കെ പോകാനായിട്ടൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാട് മേഖലകളിലൊക്കെ പോകാനും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് നല്ലതാണ്. ഇവർക്ക് പോകാനും ഇഷ്ടമാണ്. അങ്ങനെയുള്ള മേഖലകൾ ഇവർ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ സഞ്ചരിച്ചിരിക്കണം. അങ്ങനെയുള്ള കാടുകളുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ ചെയ്യുന്നത് ഇവർക്ക് പോസിറ്റീവ് ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കാനൊക്കെ, ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കും. പിന്നെ അതുമായിട്ടൊക്കെയുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവർക്ക് പണി കിട്ടുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഉത്രട്ടാതി, കാർത്തിക, പൂയം, മകം, ഉത്തരം, അനിഴം, മൂല, ഉത്രാടം. ഈ നക്ഷത്രക്കാരൊക്കെ ഇവർക്ക് ശത്രു നക്ഷത്രങ്ങളാണ്. ഇവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് പണി കിട്ടും. ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, ഭരണി, ആയില്യം, പൂരം, അത്തം, ചോതി, വിശാഖം, പൂരാടം, തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രങ്ങളൊക്കെ ഇവർക്ക് നല്ല നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാരൊക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാകുന്ന, ബന്ധമൊക്കെ ഉണ്ടാകുന്നതും പാർട്ട്ണർഷിപ്പിലും ഒക്കെ ഇവർക്ക് നല്ലതൊക്കെ ആയിരിക്കും. പിന്നെ ഇവർ 2025 പറയുന്നത് പൊതുവെ ഇവർക്കൊരു നല്ല വർഷമായിരിക്കും. വീട് സംബന്ധമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വരാം. വീട് മെയിൻ്റെനൻസ് ചെയ്യാം, ഭവന നിർമ്മാണം, സാമ്പത്തിക മേഖലയിലൊക്കെ അഭിവൃദ്ധി,
എന്നാൽ ഇവർ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാകാം, വീഴ്ചകൾ പോലെയുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങളൊക്കെ ഉണ്ടാവുക, അലർജി പ്രോബ്ലംസുകൾ ഇത്യാദികളായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും അങ്ങനെ രോഗസംബന്ധമായിട്ടുള്ള ദുരിതങ്ങളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽ, വാഹനം, വിവാഹം, പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ഇത്യാദികളായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും 2025 വർഷം അവർക്ക് നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾ. ദോഷമായിട്ട് പറയേണ്ടത് പ്രധാനമായിട്ടും ആരോഗ്യമാണ്. ആ മേഖലകളൊക്കെയും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്യാദികളായിരിക്കുന്ന കാര്യങ്ങളാണ് ചതയ നക്ഷത്രത്തെ പറ്റി നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.